ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ നിബന്ധനകൾ പ്രകാരം ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതിനെ തുടർന്ന് തകർന്നടിഞ്ഞ ഗസയിലേക്ക് പലായനം ചെയ്തു പോയ പലസ്തീനികൾ കഴുതപ്പുറത്തും ട്രക്കുകളിലും മടങ്ങുകയാണ്. തെൽ അൽ ഹവ എന്ന പ്രദേശത്തേക്ക് മടങ്ങിയ നിവാസികൾ കണ്ട ദൃശ്യങ്ങൾ ഹൃദയം തകർക്കുന്നതാണ്. വ്യാപകമായ നാശനഷ്ടങ്ങൾ, തകർന്ന വീടുകൾ, പലസ്തീൻ റെഡ് ക്രസന്റ് പോലുള്ള സ്ഥാപനങ്ങൾ. തെൽ അൽ ഹവ മുമ്പ് ജീവൻ നിറഞ്ഞതും ആളുകൾക്ക് ആകർഷകവുമായ ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അത് നശിപ്പിക്കപ്പെടുകയും നിർജീവമാവുകയും ചെയ്തു. നിവാസി സൈനബ് അലി പറയുന്നതിങ്ങനെ: വെള്ളവും പാർപ്പിടവും പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങളുടെ അഭാവമുണ്ടായിട്ടും ജനിച്ച മണ്ണിൽ ജീവിക്കാൻ നിരവധി കുടുംബങ്ങൾ അവരുടെ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ കൂടാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊരു നിവാസിയായ ഒമർ അൽ ഹലോ ദൈനംദിന ജീവിതത്തിലെ പോരാട്ടങ്ങൾ എടുത്തുകാട്ടി. വെള്ളം ലഭിക്കാൻ വേണ്ടി ആളുകൾ 1-2 മണിക്കൂർ നടക്കുന്നു. ഇതർഹിക്കാൻ ഈ ആളുകൾ എന്താണ് ചെയ്തത്? ഖത്തർ, ഈജിപ്ത്, US എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ വെടിനിർത്തലിൽ ബന്ദികളെ മോചിപ്പിക്കുകയും ഗസയുടെ മിക്ക ഭാഗങ്ങളിൽ നിന്നും ഇസ്രയേൽ പിൻവാങ്ങുകയും ചെയ്തു. എന്നാൽ ഏത് സമയവും കരാർ പിൻവലിക്കപ്പെടാം എന്ന ആശങ്കയിലാണ് പലസ്തീനികൾ.